ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. സോ ടുഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ നിക്കാഹ് ബുക്ക്ലെറ്റിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് നിക്കാഹിന്റെ പിൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇതുവരെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള നിക്കാഹിനമ്മന്റെ പിന്നുകളാണ്. സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഒരു പണിയില്ല, ആകെ കുറച്ച് സാധനവും മതി. അപ്പോൾ ആദ്യം തന്നെ ഇതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ആദ്യം തന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെന്നാണ്. അത് ഏത് പെന്നാലും കുഴപ്പമില്ല. എന്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പെന്നാണുള്ളത്. സോ ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു തൂവല് വേണം. ഇതിപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ പെന്നുണ്ടാക്കാനുള്ള ഫെദർ എന്ന് പറഞ്ഞാൽ അവരെന്നെ എടുത്ത് തരും. ഇത് പാക്കായിട്ടും കിട്ടും, സിംഗിൾ ആയിട്ടും കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു റെഡ് റോസ് വെച്ചിട്ടുള്ള ഒരു നിക്കാഹിനമ്മന്റെ പെന്നാണ്. സോ ഒരു റെഡ് റോസ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ലേസ് ആണ്. ഇനിയിപ്പോൾ ലേസ് ഏത് കളറാണ് സെലക്ട് ചെയ്യുക, എത്ര വേണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് തീർത്തും നമ്മുടെ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന നിക്കാഹിന് നമുക്ക് മാച്ച് ആവുന്ന തോന്നുന്ന രീതിയിലുള്ള ലേസസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നിക്കാഹിനമ്മന്റെ സെയിം ക്ലോത്ത് വെച്ചിട്ട് വേണമെങ്കിലും മേക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിബൺ വെച്ചിട്ടും ഇത് മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലേസസ് വാങ്ങും. നമുക്കൊരു 1/2 മീറ്റർ ഒക്കെ മേടിച്ചാൽ 1, 2, 3 പെന്നിനൊക്കെ ചെയ്യാനുള്ളത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗമ്മുകളാണ്. ഗമ്മുകളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഓരോ പശകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏത് പശ വേണേലും യൂസ് ചെയ്യുക. എങ്ങനെയായാലും സാധനം സെറ്റ് ആവും. കാരണം ഇത് അത്ര വലിയ കട്ടിയുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ യൂസ് 743 അല്ലെങ്കിൽ ഞാനൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ കാണിച്ചു തരാം. ഇത് രണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പരിപാടി പെട്ടെന്ന് തീരും. പിന്നെ എന്തിനാണ് ഇത്രയും പശ കാണിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ അടുത്തും എല്ലാ പശയും വേണം എന്നില്ലല്ലോ. സോ നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് അത് വെച്ചിട്ട് മേക്ക് ചെയ്യുക. അപ്പോൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ പെന്നെടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരു നെറ്റ് അല്ലെങ്കിൽ ഒരു റിബണോ വെച്ചിട്ട് പെന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഇവിടുത്തെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതല്ല ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് പെന്നുമേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചാൽ തന്നെ നമുക്ക് അതിൽ കൂടെ ലേസ് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഡബിൾ സ്റ്റിക്കറാണ് നമ്മളിതിവിടെ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ വരുന്ന ഈ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡബിൾ ടാപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ആ ഒരു ലേസ് നിങ്ങൾക്ക് ചുറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് കിട്ടിയാൽ ഒന്നുകൂടെ സ്ട്രോങ് ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ എക്സ്ട്രാ വന്ന പീസസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫെദർ നമുക്ക് ഈ ഒരു പെന്നിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് അവിടെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചാൽ മതി. അത് പെട്ടെന്ന് ഒട്ടുന്ന സാധനമാണ് കേട്ടോ. ഞാൻ എന്തായാലും അവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്തത്. അതാകുമ്പോൾ ഒറ്റ ഡ്രോപ്പിൽ അതങ്ങ് അവിടെ നിന്നോ. ഇനിയാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ്, അതായത് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് മൊത്തത്തിൽ ഈ പെന്നൊന്ന് കവർ ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ടാണ് പെൻ ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഒരു സജഷൻ പറയാം. നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതായത് ഞാൻ നെറ്റ് വെച്ച് കവർ ചെയ്ത് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ പെന്നിന്റെ മേലെ ഈ ഒരു ഡബിൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചെറിയൊരു കവറിങ് ഉണ്ടാവുമല്ലോ, അത് എടുത്ത് കളയുക. എന്നിട്ട് ഈ ലേസ് നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഇങ്ങനെ ചുറ്റി 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 മെല്ലെ കവർ ചെയ്ത് കൊണ്ടുവരിക. ഇടയിൽ സ്പേസ് വരാതെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് ഇതിന് കുറച്ച് ലേസിൻ്റെ കമ്മിയുണ്ട്. സോ എൻ്റെ കയ്യിൽ ഇതേ കളറിലുള്ള വേറൊരു ലേസിൻ്റെ പോർഷൻ ഉണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഞാൻ ബാക്കി പോർഷന് കവർ ചെയ്തത്. ഇത്ര റിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ കട്ട് ചെയ്ത സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് പാളിയതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ റോസ് ഇതിന് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്.
അതിന് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗം എന്ന് പറഞ്ഞാൽ 743 തന്നെയാണ്. കാരണം നമ്മൾ ലേസ് കുറച്ച് കല്ലും മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്മേൽ നിൽക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7000 യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാട്ടോ, പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്തത് 7000 ആണ്, ബിക്കോസ് 743 തീർന്നിരുന്നു. ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആകെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പെണ്ണ്, ഒരു ഫെദർ, ഒരു ഫ്ലവർ, എന്തെങ്കിലും ഒരു ലേസ്, പിന്നെ ഒരു ഡബിൾ ടാപ്പ്. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഓപ്ഷൻസ് ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും ഇങ്ങനെയാണ് കിട്ടുക. ഇനിയിപ്പോൾ ഇതിന് താജ്മഹൽ പണിയണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മുത്തുകൾ ചേർക്കാം. ഈ റോസിന്റെ സെന്റർ പോർഷനിൽ ഒരു കുഞ്ഞു ഗോൾഡൻ കളർ മുത്തൊക്കെ കൊടുത്താൽ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ ഒരു ഫസ്റ്റ് മോഡൽ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റേ പിന്നും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്, വിത്ത് ദ ക്ലോത്ത് ഓഫ് ദ സെയിം ദാറ്റ് ഓഫ് നിക്കാഹ് ബുക്ക്ലെറ്റ്. ആൻഡ് മറ്റേത്, അതായത് ആ പാക്കഡ് ആയിട്ട് കാണുന്നത് റെഡിമെയ്ഡ് കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. അതായത് പിന്നെ നമുക്ക് അങ്ങനെയും മേടിക്കാൻ കിട്ടും. പിന്നെ അതിന് കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു വൃത്തിയുള്ള പെണ്ണിനെ കിട്ടും. എനിക്ക് ഒരു 5 മിനിറ്റ് കാണുമ്പോൾ ഇത്രയും ലാഗോന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇത്രയും ഒരുപാട് സാധനങ്ങളുള്ള പോലെ നിങ്ങൾക്ക് ജസ്റ്റ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റിലായിട്ട് അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കുറേ പേര് നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിലുള്ള പേപ്പർ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.